ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ലഹരി ഉപയോഗവും HIV-യും തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം ചോദിക്കുകയാണ്, HIV ബാധ കൂടാൻ ലഹരി ഉപയോഗം കാരണമാകുന്നുണ്ടെന്നാണല്ലോ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലഹരി കുത്തിവയ്പ്പ് എത്രത്തോളം ഇതിന് കാരണമാകുന്നുണ്ട്? എന്താണ് ഈ റീസെന്റ് ടൈമിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാമോ? യുവജനങ്ങളിലാണ് HIV അണുബാധ കൂടുതലായി ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും 15-നും 30-നും ഇടയിലുള്ള യുവജനങ്ങളിലാണ് കൂടുതൽ HIV പോസിറ്റീവായ ആളുകളെ നമുക്ക് ടെസ്റ്റിങ്ങിലൂടെ കിട്ടിയിട്ടുള്ളത്. മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ അവര് ഒരേ സിറിഞ്ചും നീഡിലും ഉപയോഗിച്ച് കുത്തിവെക്കുന്നു. അതുമൂലം ഒരാൾക്ക് HIV ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കെല്ലാം അത് പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഇവർ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാനും ഉള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം HIV അണുബാധ പകരാൻ കാരണമാകുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ലൈംഗിക പങ്കാളികളെ കണ്ടെത്തുന്ന രീതിയുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനുശേഷം ആ ആളുകൾ ആരാണെന്ന് പോലും അവരുടെ അഡ്രസ്സും ഒന്നും അറിയില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് HIV അണുബാധിതന്റെ ലൈംഗിക പങ്കാളിയെ കണ്ടുപിടിച്ച് അവരുടെ ടെസ്റ്റ് നടത്തുക, അവർക്ക് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക. നമ്മൾ രോഗം ചികിത്സിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ അണുവിന്റെ സാന്ദ്രത കുറയുകയും ആ വ്യക്തി മറ്റൊരാളിലേക്ക് രോഗം പകർത്താത്ത ഒരവസ്ഥയിലേക്കും പോകും. അപ്പോൾ ഏറ്റവും പ്രതിരോധത്തിലെ പ്രധാന ഭാഗമാണ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഏറ്റവും നേരത്തെ രോഗം കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. അപ്പോൾ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അണുബാധ ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ടെസ്റ്റ് ചെയ്യണം. അതിന് ടെസ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നതെന്ന് അവരറിഞ്ഞിരിക്കണം.